ഇഗ്നോ ഓഫർ ചെയ്യുന്ന BA ഇംഗ്ലീഷിന്റെ 1ാം വർഷത്തിൽ ഉൾപ്പെടുന്ന ഒരു പേപ്പറാണ് ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. DEGC 103 ആണ് കോഴ്സിന്റെ കോഡ് വരുന്നത്. അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിന് ടേം ആൻഡ് എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കും ഈ വീഡിയോ ഒക്കെ കാണുന്നത്. അപ്പൊ നമുക്കറിയാം, എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഏതൊരാളെ സംബന്ധിച്ചും അദ്ദേഹത്തിന് ഒരുപാട് എഫക്റ്റീവ് ആയ രീതിയിൽ അല്ലെങ്കിൽ നല്ലൊരു റിസൾട്ട് കൊടുക്കാൻ സഹായിക്കുന്ന ഒരു സ്റ്റഡിങ് മെത്തേഡ് തന്നെയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഇത് നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് ഈ ഒരു വീഡിയോയോട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ റിപ്പീറ്റഡ് ആയി വരുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് വെരിഫൈ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഉത്തരങ്ങൾ എങ്ങനെ ക്രാഫ്റ്റ് ചെയ്യണമെന്ന് നോക്കുന്നുണ്ട്. അതുപോലെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ, പ്രധാനപ്പെട്ട യൂണിറ്റുകൾ, പ്രധാനപ്പെട്ട ബ്ലോക്കുകൾ ഏതൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വളരെ വിശദമായിട്ട് നമുക്കിത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് മിഷാൽ നസറിൻ മാഡം ആണ്. ഒരു ഇംഗ്ലീഷ് ആൻഡ് ലിറ്ററേച്ചറിൽ മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തു. അതുപോലെ തന്നെ ലേൺ വൈസിന്റെ വളരെ പ്രിയപ്പെട്ട ഫാക്കൾട്ടി കം മെന്റേഴ്സിൽ ഒരാൾ കൂടെയാണ്. അപ്പൊ ഇനി അങ്ങോട്ട് നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി മിഷാൽ മാഡം എന്താണോ പറയുന്നത് അത് ശ്രദ്ധിക്കുക. Hi all, this is Mishal Nasreen, LearnWise-ലെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് മെന്റർ ആണ്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് DEGC 103 ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് എന്ന സബ്ജക്റ്റിന്റെ എക്സാം പ്രിപ്പറേഷനെ കുറിച്ചാണ്. സോ വി ആർ മൂവിങ് ഓൺ ടു ദി ജനറൽ അനാലിസിസ്. നമ്മൾ ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ റെഫർ ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു സബ്ജക്റ്റിലെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് 3 സെക്ഷൻ ആയിട്ടാണ്. സെക്ഷൻ A, സെക്ഷൻ B ആൻഡ് സെക്ഷൻ C. ഈ സെക്ഷൻ എയില് പ്രോമിനന്റ്ലി ആസ്ക് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് പോയട്രി അനാലിസിസ് ആണ്. പ്രോബ്ലി എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്ക് പോയട്രി അനാലിസിസ് തന്നെയാണ് ക്വസ്റ്റ്യൻ ആയിട്ട് കാണാൻ പറ്റുന്നത്. അതേപോലെ സെക്ഷൻ ബിയില് ഷോർട്ട് നോട്ട് ടൈപ്പ്, ഒരു പർട്ടിക്കുലർ ക്യാരക്ടറിനെ തന്നിട്ടോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ടോപ്പിക് തന്നിട്ടോ അതിനെ കുറിച്ച് എഴുതാൻ വേണ്ടിയിട്ടാണ് പ്രോബ്ലി ഉണ്ടാവുക. ദെൻ സെക്ഷൻ സിയില് ഒരു മോർ ഒരു എസ്സേ ടൈപ്പ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് സെക്ഷൻ സിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സമ്മറി അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്രിട്ടിക്കൽ അനാലിസിസ് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും സെക്ഷൻ സിയിൽ അധികം ഉണ്ടാവുക. ദെൻ പ്രോബ്ലി കവർ ചെയ്യുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് പോയട്രി അനാലിസിസിൽ നമുക്ക് സെക്ഷൻ എയിലാണ് മോസ്റ്റ് പ്രോബബ്ലി ക്വസ്റ്റ്യൻസ് കാണാറ്. പോയട്രി അനാലിസിസ് ലൈൻസ് തന്നിട്ട് അതിനെ കമന്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ അനലൈസ് ചെയ്യാൻ, ഇന്റർപ്രിറ്റ് ചെയ്യാനൊക്കെ സെക്ഷൻ എയിലാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് കൂടുതൽ കാണാറ്. ദി നോവൽസ് ആൻഡ് സ്റ്റോറീസ് ടൈഗർ ഫോർ മാൽഗുഡിയിൽ നിന്നും അതേപോലെ തന്നെ ദ ബൈൻഡിങ് വൈനിൽ നിന്നുമാണ് പ്രോബ്ലി നമുക്ക് ക്വസ്റ്റ്യൻസ് വന്ന് കണ്ടിട്ടുള്ളത്, ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ളത് ഈ 2 വർക്കുകളിൽ നിന്നാണ്. അതിന്റെ 2 വർക്കിലെയും ക്യാരക്ടേഴ്സ് അതുപോലെ തന്നെ തീംസ്, സ്ട്രക്ചറൽ അനാലിസിസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ദെൻ ഷോർട്ട് സ്റ്റോറീസിലേക്ക് വരുമ്പോഴത്തേനും ദ ലോസ്റ്റ് ചൈൽഡ്, ദ അതർ വുമൻ ആൻഡ് സ്വിമ്മിങ് ലെസൺസ്, ഈ 3 സ്റ്റോറിയിൽ നിന്നും ഫ്രീക്വന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. 3 സ്റ്റോറിയുടെയും തീംസ്, ക്യാരക്ടറൈസേഷൻ ആൻഡ് ലിറ്റററി അനാലിസിസ്, ഇത് 3ഉം ഇമ്പോർട്ടന്റ് ആണ്. അത് 3ഉം ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസിലൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ജനറൽ ഒരു ലിറ്റററി അനാലിസിസ് ടൈപ്പ് ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതിൽ പ്രോബ്ലി ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ടോപ്പിക് എന്ന് പറയുന്നത് ഷോർട്ട് സ്റ്റോറിയുടെ ഒരു ഡെവലപ്മെന്റ്, ആസ് എ ജേണൽ ഷോർട്ട് സ്റ്റോറി എങ്ങനെ ഡെവലപ്പ് ചെയ്തു വന്നു എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ പോയട്രി ഇൻ ഇംഗ്ലീഷ്, അതിന്റെ ഇവല്യൂഷനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ആൻഡ് മോസ്റ്റ് പ്രോബബ്ലി ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു പാറ്റേൺ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ ക്യാരക്ടറിനെ അല്ലെങ്കിൽ തീംസിനെ ഒക്കെ ആയിരിക്കും നോവലുകളിൽ നിന്നും ഷോർട്ട് സ്റ്റോറികളിൽ നിന്നൊക്കെ ചോദിക്കുന്നുണ്ടാവും, കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടാവുക ക്വസ്റ്റ്യൻസിൽ. അതേപോലെ തന്നെ പോയട്രിയിൽ നിന്നും പ്രോബ്ലി കണ്ടുവരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ക്രിട്ടിക്കൽ അനാലിസിസ് അല്ലെങ്കിൽ ആ ഒരു പോയട്രിയുടെ അല്ലെങ്കിൽ ആ ഒരു പോയറ്റിന്റെ ഇമ്പോർട്ടൻസ് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ നിങ്ങൾ സ്റ്റുഡൻസിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് എന്താ വെച്ചാൽ അവരുടെ ഇന്റർപ്രിറ്റേറ്റീവ് സ്കില്ല് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ആൻഡ് ദ മിക്സ്ചർ ഓഫ് സ്പെസിഫിക് ആൻഡ് ജനറൽ ലിറ്റററി ടോപ്പിക്സും ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാറുണ്ട്. ലൈക്ക് ഒരു എന്താണ് നമുക്ക് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളും അപ്രോച്ച് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു തെളിയിക്കലാണ് ഈ ഒരു ജനറൽ അനാലിസിസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിലൂടെ മീൻ ചെയ്യുന്നത്. And next is block wise weightage analysis.
ബ്ലോക്ക് വൈസ് വെയിറ്റേജ് അനാലിസിസിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ നമുക്ക് ഇവിടെ ഈ ഒരു സബ്ജക്റ്റിൽ 4 ബ്ലോക്കുകളാണ് ഉള്ളത്. അപ്പൊ ഓരോ ബ്ലോക്കിനും എത്രത്തോളം മാർക്ക് വെയിറ്റേജ് ആണ് ഉള്ളത് അതിനനുസരിച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് നല്ല വെയിറ്റേജ് ഉള്ള ബ്ലോക്കുകളിൽ നല്ല ടൈം എടുത്ത് നല്ലോണം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബ്ലോക്ക് വൈസ് വെയിറ്റേജ് അനാലിസിസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ബ്ലോക്ക് 1 ടൈഗർ ഫോം ആൽഗുഡിയില് പ്രോബബ്ലി സെക്ഷൻ ബിയിലും സെക്ഷൻ സിയിലുമാണ് ക്വസ്റ്റ്യൻസ് കണ്ടുവരാറ്. ലൈക് ക്യാരക്ടർ അനാലിസിസ് ചോദിക്കാറുണ്ട്, അതുപോലെ തന്നെ തീമാറ്റിക് എക്സ്പ്ലോറേഷൻ ചോദിച്ചിട്ടുണ്ട്. ദെൻ സ്ട്രക്ചറൽ അനാലിസിസ് ഓഫ് ദി നോവൽ എഴുതാൻ വേണ്ടിയിട്ട് എസ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ബ്ലോക്ക് 2ലേക്ക് വരുമ്പോഴത്തേനും ദ ബൈൻഡിങ് വൈൻ ആണ് ബ്ലോക്ക് 2. ഇതിലും നമുക്ക് ബ്ലോക്ക് 1 പറഞ്ഞ പോലെ തന്നെ സെക്ഷൻ ബി ആൻഡ് സെക്ഷൻ സിയിലാണ് ക്വസ്റ്റ്യൻസ് കൂടുതലും കണ്ടുവരാറ്. നോവലിന്റെ ക്യാരക്ടേഴ്സും അതേപോലെ തന്നെ തീംസ്, റൈറ്റിംഗ് ടെക്നിക്ക്, വേ ഓഫ് പ്രസന്റേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രോബബ്ലി ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യൻസ്. ദെൻ ബ്ലോക്ക് 3യില് പോയട്രിയിൽ നമ്മൾ ആദ്യമേ പറഞ്ഞു സെക്ഷൻ എയിലാണ് കൂടുതലും പോയട്രി അനാലിസിസ് ചോദിക്കാറ്. ലൈൻസ് തന്നിട്ട് നമുക്ക് എന്താണ് ഇന്റർപ്രിറ്റ് ചെയ്യാനുണ്ടാവും, അല്ലെങ്കിൽ കമന്റ് ചെയ്യാനുണ്ടാവും, അല്ലെങ്കിൽ അതിന്റെ കോണ്ടെക്സ്റ്റ് വിവരിക്കാനുണ്ടാവും. അപ്പൊ പ്രോബ്ലി പോയട്രി അനാലിസിസ് വരുന്നത് സെക്ഷൻ എയിലാണ്. പിന്നെന്താ നമുക്ക് സെക്ഷൻ സിയില് ചില സമയങ്ങളിൽ ചോദിച്ചു കാണാറുണ്ട് എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് ക്രിട്ടിക്കൽ അനാലിസിസ് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ കാണാറുണ്ട്. ദെൻ ബ്ലോക്ക് 4ല് ഷോർട്ട് സ്റ്റോറീസ്. ബ്ലോക്ക് 4ല് ഷോർട്ട് സ്റ്റോറി ഈ പറഞ്ഞ പോലെ തന്നെ സെക്ഷൻ ബിയിലും സിയിലും ആണ് കൂടുതൽ കണ്ടുവരാറ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോബബ്ലി പ്രൊമിനന്റ്ലി ചോദിച്ചു വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഈ ദ ലോസ്റ്റ് ചൈൽഡ്, അതുപോലെ തന്നെ ദി അതർ വുമൻ ആൻഡ് സ്വിമ്മിങ് ലെസൺസ്, ഈ 3 ഷോർട്ട് സ്റ്റോറീസിൽ നിന്നാണ് ഫ്രീക്വന്റ്ലി ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. ഓക്കെ, പിന്നെ അതേപോലെ ജനറൽ ആയിട്ടുള്ള അനാലിസിസിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഷോർട്ട് സ്റ്റോറിയുടെ എന്താണ് ഡെവലപ്മെന്റിനെ കുറിച്ച് ചോദിക്കാറുണ്ട്. ആൻഡ് യെസ്, അപ്പോ ഫ്രം ദി അബവ് അനാലിസിസ് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി ഈ എല്ലാ ബ്ലോക്കിൽ നിന്നും നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇൻക്ലൂഡ് ചെയ്യണം, എത്ര സമയം ഓരോ ബ്ലോക്കിലും ചെലവഴിക്കണം എന്നുള്ളത് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ അല്ലെ. ഓക്കെ, സോ നെക്സ്റ്റ് ഇസ് യൂണിറ്റ് വൈസ് വെയിറ്റേജ് അനാലിസിസ്. അപ്പൊ ബ്ലോക്ക് വൈസ് വെയിറ്റേജ് അനാലിസിസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഓരോ ബ്ലോക്കിലെയും യൂണിറ്റിന് എത്രത്തോളം പ്രാധാന്യം കൊടുക്കണം എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ യാ, ബ്ലോക്ക് 1 ടൈഗർ ഫോം ആൽഗുഡി, യൂണിറ്റ് 1 ഇന്ത്യൻ ഇംഗ്ലീഷ് നോവൽ. അധികം ക്വസ്റ്റ്യൻസ് ഒന്നും അതിനകത്തൊന്നും വന്ന് കണ്ടിട്ടില്ല. യൂണിറ്റ് 2ലേക്ക് പോകുമ്പോഴത്തേക്കും ടൈഗർ ഫോം ആൽഗുഡി എന്നുള്ള നോവലിന്റെ ഡീറ്റെയിൽഡ് സമ്മറി ആണ്. അതില് എന്താണ് നോവലിന്റെ ഡിഫറെന്റ് സ്റ്റേജസ്, പ്ലോട്ടിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ തീംസിനെ കുറിച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ദെൻ ക്യാരക്ടർ അനാലിസിസും ചോദിച്ചിട്ടുണ്ട്. ദെൻ യൂണിറ്റ് 3ലേക്ക് വരുമ്പോഴത്തേനും ടൈഗർ ഫോം ആൽഗുഡി അനാലിസിസ് ആണ്. ലൈക്ക് ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് അധികവും ഈ ഒരു യൂണിറ്റിൽ നിന്ന് വന്നിട്ടുള്ളത്. നോവലിന്റെ അനാലിസിസിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ക്രിട്ടിക്കൽ അനാലിസിസ് തയ്യാറാക്കുക, അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് അനാലിസിസ് എഴുതുക, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. ദെൻ യൂണിറ്റ് 4ലേക്ക് വരുമ്പോഴത്തേനും ടൈഗർ ഫോം ആൽഗുഡി സ്റ്റൈൽ ആൻഡ് ക്യാരക്ടറൈസേഷൻ ആണ്. അപ്പൊ ഇതിൽ നിന്ന് പ്രൊമനന്റ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്യാരക്ടർ സ്കെച്ച് തന്നെയാണ്, ക്യാരക്ടറൈസേഷൻ ആണ് ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ദെൻ ബ്ലോക്ക് 2 ദ ബൈൻഡിങ് വൈൻ. യൂണിറ്റ് 1 ഇൻട്രൊഡക്ഷൻ ടു ദ നോവൽ ആണ്. ഒരു അബൌട്ട് നോവലിനെ കുറിച്ചിട്ടുള്ള ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ഒക്കെയാണ് ചോദിച്ചു വന്നത്. റയർലി ആണ് ഈ യൂണിറ്റിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറ്. ആൻഡ് യൂണിറ്റ് 2ലേക്ക് പോകുമ്പോഴത്തേനും ദ ബൈൻഡിങ് വൈൻ, സമ്മറി ആൻഡ് അനാലിസിസ് ആണ് വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് എസ്സേ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, അതായത് സെക്ഷൻ സിയിലെ ക്വസ്റ്റ്യൻസ് നോവലിന്റെ ഡീറ്റെയിൽഡ് അനാലിസിസ് എഴുതാൻ വേണ്ടിയിട്ട് വരാറുണ്ട്. ആൻഡ് ക്യാരക്ടർ സ്കെച്ചസ് ചോദിക്കാറുണ്ട്, തീംസ്, അതുപോലെ തന്നെ നോവലിന്റെ റൈറ്റിംഗ് സ്റ്റൈൽ, സ്ട്രക്ചർ, നോവലിന്റെ പ്രസന്റേഷൻ കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. ദെൻ യൂണിറ്റ് 3 ദ ബൈൻഡിങ് വൈൻ, തീംസ് ഡയറക്ട്ലി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് തിമാറ്റിക് അനാലിസിസ് എന്നുള്ള സെക്ഷൻ ബിയിലും അതേപോലെ സെക്ഷൻ സിയിലും കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ യൂണിറ്റ് 4 ദ ബൈൻഡിങ് വൈൻ ക്യാരക്ടറൈസേഷൻ എന്നുള്ള യൂണിറ്റില് ക്യാരക്ടർ സ്കെച്ചസ് ആണ് പ്രോബ്ലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. ഓരോ ക്യാരക്ടേഴ്സിന്റെയും ക്യാരക്ടർ
സ്കെച്ച്. പ്രോബ്ലി സെക്ഷൻ ഡിയിലാണ് ഈ ഒരു ക്യാരക്ടർ സ്കെച്ച് ക്വസ്റ്റ്യൻസ് വരാറ്. ബ്ലോക്ക് 3 പോയട്രിയിൽ യൂണിറ്റ് 1 സരോജിനി നായിഡുവിന്റെ പോയം, അതേപോലെ തന്നെ നസീം എസേക്കിയലിന്റെ പോയംസ്, കെ രാമാനുജൻ, കമലാദാസ് ഇവരുടെ 4 പേരുടെയും പോയംസ്, അതേപോലെ തന്നെ എന്താണ് 4 പോയത്തിന്റെയും പോയട്രി അനാലിസിസ്, ഒരു ക്രിട്ടിക്കൽ അനാലിസിസും ആവാം അല്ലെങ്കിൽ നോർമൽ അനാലിസിസും ആവാം. ക്രിട്ടിക്കൽ അനാലിസിസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സാമ്പിൾസ് ഒക്കെ കൊടുത്ത് നമ്മുടെ ഫിഗർ ഓഫ് സ്പീച്ചസും അതേപോലെ തന്നെ ഇമേജറീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആൻസറിൽ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് തന്നെ എഴുതണം. ദെൻ ബ്ലോക്ക് 4 വരുമ്പോഴത്തേനും ഷോർട്ട് സ്റ്റോറീസ് ആണ്. ഷോർട്ട് സ്റ്റോറീസിൽ നമ്മൾ നേരത്തെ പറഞ്ഞു 3 ഷോർട്ട് സ്റ്റോറി ആണ് പ്രൊമിനന്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഭാഗം എന്ന് പറയുന്നത്. ലോസ്റ്റ് ചൈൽഡ്, ദി അതർ വുമൺ, സ്വിമ്മിംഗ് ലെസൺസ്. അപ്പൊ അതിൽ നിന്ന് പ്രോബ്ലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എപ്പോഴും എന്താണ് ക്യാരക്ടർ സ്കെച്ച്, അതേപോലെ തന്നെ ഇപ്പൊ സ്വിമ്മിംഗ് ലെസൺസിൽ നിന്നാണെങ്കിൽ ഇമിഗ്രൻസിന്റെ എക്സ്പീരിയൻസസ്, അവരുടെ പ്രശ്നങ്ങൾ, കാര്യങ്ങൾ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ദെൻ ക്യാരക്ടർ സ്കെച്ചും ചോദിക്കാറുണ്ട്. ദെൻ അനാലിസിസ്, ഡീറ്റെയിൽഡ് അനാലിസിസും ചോദിക്കാറുണ്ട്. ദെൻ സോ നെക്സ്റ്റ് ടോപ്പിക് വൈസ് വെയിറ്റേജ് അനാലിസിസ്. അപ്പൊ നമ്മൾ ബ്ലോക്ക് വൈസ് അനാലിസിസ് പറഞ്ഞു, യൂണിറ്റ് വൈസ് അനാലിസിസും പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഓരോ ചാപ്റ്ററിലും ഓരോ പോർഷനിലും എങ്ങനെയൊക്കെ പഠിക്കണം എന്നുള്ളത് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അല്ലെ. സോ നെക്സ്റ്റ് ടോപ്പിക് വൈസ് വെയിറ്റേജ് അനാലിസിസ്. നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഫർ ചെയ്യുന്ന സമയത്ത് ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏതൊക്കെ ടോപ്പിക്സിലാണ് കൂടുതൽ സമയം പഠിക്കേണ്ടത് അല്ലെങ്കിൽ കൂടുതൽ വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സോ ടൈഗർ ഓഫ് മാൽഗുഡി എന്നുള്ള ലെസണിൽ നിന്നും ബ്ലോക്കിൽ നിന്നും നമ്മൾ കൂടുതലായിട്ട് കണ്ടുവരുന്ന ചോദ്യം എന്ന് പറയുന്നത് ക്യാരക്ടർ അനാലിസിസ് തന്നെയാണ്. റീത്തയുടെ ക്യാരക്ടറും അതേപോലെ തന്നെ ഹെഡ് മാസ്റ്ററിന്റെ ക്യാരക്ടറും. ദെൻ നെക്സ്റ്റ് വരുന്ന പ്രോമിനന്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് തിമാറ്റിക് എക്സ്പ്ലോറേഷൻ ആണ്. നോവലിന്റെ വേരിയസ് സ്റ്റേജസ്, അതേപോലെ തന്നെ എന്താണ് സിഗ്നിഫിക്കൻസ് ഓഫ് ദി ടൈറ്റിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ ഹ്യൂമറിക് എലമെന്റ്, നോവലിലെ ഹ്യൂമറിക് എലമെന്റ് സ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ദെൻ ലിറ്റററി സ്റ്റൈലിനെ കുറിച്ചും ക്യാരക്ടറൈസേഷൻ ആസ്പെക്ട്സും ഒരു ഫ്രീക്വന്റ്ലി ആസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. ദെൻ ബൈൻഡിങ് വൈൻ പോർഷനിൽ ക്യാരക്ടർ അനാലിസിസ്, ഉറുമിയുടെ ക്യാരക്ടർ സ്കെച്ച്, അതേപോലെ തന്നെ കൽപ്പന ആൻഡ് കിഷോർ, ഈ 3 ക്യാരക്ടർ സ്കെച്ചും ഫ്രീക്വന്റ്ലി ആസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് പിന്നെ വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോവലിന്റെ എൻഡിങ്ങിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാൻ അല്ലെങ്കിൽ കമന്റ് ചെയ്യാനൊക്കെ വരാറുണ്ട്. ദെൻ സ്ട്രക്ചർ, നോവലിന്റെ സ്ട്രക്ചർ, അതേപോലെ തന്നെ തിമാറ്റിക് സ്റ്റൈലും കാര്യങ്ങളും ചോദിക്കാറുണ്ട് എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട്. ദെൻ ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ്, ഈ ഒരു ബൈൻഡിങ് വൈൻ എന്നുള്ള നോവല് ഫെമിനിസ്റ്റിക് റീഡിംഗ് ആയിട്ട് അല്ലെങ്കിൽ ഫെമിനിസ്റ്റിക് റൈറ്റിംഗ് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ഡിസ്കഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനും വരാറുണ്ട്. ദെൻ നെക്സ്റ്റ് പോയട്രി. പോയട്രി പോർഷനിൽ നിന്നും ക്രിട്ടിക്കൽ അനാലിസിസ് ആണ് പ്രോബബ്ലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. അപ്പൊ നമ്മൾ ക്രിട്ടിക്കൽ അനാലിസിസ് എഴുതുന്ന സമയത്ത് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ആ പോയട്രിയിൽ പറയുന്ന തീംസ്, അതേപോലെ തന്നെ ഇമേജറി, അതിലുള്ള സ്റ്റൈല്, ഫിഗർ ഓഫ് സ്പീച്ചസ് ഉണ്ടെങ്കിൽ അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണം. ദെൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് വന്ന് കണ്ടിട്ടുള്ള പോയിന്റ്സ് എന്ന് പറയുന്നത് നൈറ്റ് ഓഫ് ദി സ്കോർപ്പിയോണും അതേപോലെ തന്നെ പലാൻക്വൈൻ ബെയറേഴ്സും ആണ്. പ്രോബബ്ലി എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിച്ചു കാണുന്നത് ഈ ഒരു 2 പോയത്തിൽ നിന്നാണ്. ദെൻ ഷോർട്ട് സ്റ്റോറീസിൽ നിന്നും വരുന്ന ക്വസ്റ്റ്യൻസ് ഫ്രീക്വന്റ്ലി ചോദിക്കുന്നത് ക്യാരക്ടർ അനാലിസിസ്, അതുപോലെ തന്നെ തീം അനാലിസിസും ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദ ലോസ്റ്റ് ചൈൽഡ്, ദി അതർ വുമൺ ആൻഡ് സ്വിമ്മിംഗ് ലെസൺസ്, ഈ 3 ഷോർട്ട് സ്റ്റോറീസിൽ നിന്നുമാണ് അധികം ക്വസ്റ്റ്യൻസ് കണ്ടുവരാറ്. ക്യാരക്ടർ ഡെവലപ്മെന്റിനെ കുറിച്ച് ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ 3ലും എലഗോറിക്കൽ ഇന്റർപ്രിറ്റേഷൻസ്, എലഗോറിക്കൽ എലമെന്റ് എപ്പോഴും ചോദിക്കാറുണ്ട്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. പിന്നെ അതുപോലെ സ്വിമ്മിംഗ് ലെസൺസിൽ നിന്നും വേറെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇമിഗ്രന്റ് എക്സ്പീരിയൻസ്. ഇമിഗ്രൻസിന്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇമിഗ്രൻസിന്റെ ലൈഫ് എക്സ്പീരിയൻസിനെ കുറിച്ചിട്ട് ഒരു ഡിസ്കഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വരാറുണ്ട്. ദെൻ ജനറൽ ആയിട്ട് വരുന്ന ലിറ്റററി ടോപ്പിക്സ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രോബബ്ലി ചോദിച്ച് കാണുന്ന ക്വസ്റ്റ്യൻസ് ഷോർട്ട് സ്റ്റോറിയുടെ എവല്യൂഷൻ അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ആണ് പ്രോബബ്ലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. പിന്നെ വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പോസ്റ്റ് ഇൻഡിപെൻഡന്റ് വിമൻ നോവലിസ്റ്റുകളുടെ എന്താണ് അപ്കമിങ് ആണ്, അവരുടെ കോൺട്രിബ്യൂഷൻസ്, അവരുടെ തീംസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ചോദിക്കാറുണ്ട് ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ
നെക്സ്റ്റ് മാർക്ക് വൈസ് വെയിറ്റേജ് എസ്റ്റിമേഷൻ. മാർക്ക് വൈസ് നമ്മൾ ഓരോ ടോപ്പിക്കിനെയും എത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ കാണണം എന്നുള്ളതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സെക്ഷൻ എയിൽ നമ്മുടെ അക്കോർഡിംഗ് ടു ക്വസ്റ്റ്യൻ പേപ്പർ ഒരു നിങ്ങൾക്ക് തന്നിരിക്കുന്നതിൽ നിന്നും 4 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ട വരിക. അപ്പൊ ഓരോന്നിനും 10 മാർക്ക് വീതമായിരിക്കും ഉണ്ടാവുക. സോ ടോട്ടൽ മാർക്ക് സെക്ഷൻ എയിൽ നിന്ന് ടോട്ടൽ മാർക്ക് വരുന്നത് 40 മാർക്സ് ആയിരിക്കും. ഓക്കെ, അപ്പോ ജനറലി നമ്മള് പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിരിക്കും ഈ ഒരു സെക്ഷനിൽ ഉണ്ടാവുക. അതായത് നമ്മൾ ഒരൊറ്റ പാരഗ്രാഫിൽ തന്നെ ആൻസർ ചെയ്യണം. വേറെ വേറെ പാരഗ്രാഫ് തിരിച്ച് സെയിം ആൻസറിൽ നിന്ന് വേറെ വേറെ പാരഗ്രാഫ് തിരിച്ച് എഴുതരുത് ഒരിക്കലും. പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. സോ ഒരൊറ്റ പാരഗ്രാഫിൽ തന്നെ നമ്മൾ ആൻസേഴ്സ് എഴുതണം. 150 വേർഡ്സിലാണ് റെസ്പോൺസ് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ടാവാം. ഓക്കെ, സോ സെക്ഷൻ ബിയിലേക്ക് വരുമ്പോഴത്തേക്കും ഷോർട്ട് നോട്ട്സ് ആയിരിക്കും. സെക്ഷൻ എയിൽ എപ്പോഴും പോയട്രി അനാലിസിസ് ആയിരിക്കും പ്രോബ്ലി ചോദിക്കുന്നുണ്ടാവുക. സെക്ഷൻ ബിയിൽ ഷോർട്ട് നോട്ട്സ് ആയിരിക്കും. അതായത് നമ്മുടെ എന്താ നോവലിൽ നിന്നും ഷോർട്ട് സ്റ്റോറീസിൽ നിന്നും ഒക്കെ ടോപ്പിക്സ് വെച്ചിട്ട് സ്പെസിഫിക് ടോപ്പിക്സ് വെച്ചിട്ട് നമുക്ക് നോട്ട്സ് എഴുതാൻ വേണ്ടിയിട്ട് പറയും. ഓക്കെ, സോ ഇവിടെ തന്നിരിക്കുന്നതിൽ വെച്ചിട്ട് നമ്മൾ ഏതെങ്കിലും രണ്ട് ടോപ്പിക്കിലാണ് 2 ആൻസേഴ്സിനാണ് ക്വസ്റ്റ്യനാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. ഓരോന്നിനും 15 മാർക്ക് വീതമായിരിക്കും. ടോട്ടൽ മാർക്ക് വരുന്നത് 30 മാർക്സ് ആയിരിക്കും. വേർഡ് ലിമിറ്റ് 250 വേർഡ്സ് ആണ് വരുന്നത്. സെക്ഷൻ സിയിൽ ചോദിക്കുന്നത് ഡീറ്റെയിൽഡ് അനാലിസിസ് ആയിരിക്കും. തന്നിരിക്കുന്നതിൽ വെച്ചിട്ട് നമ്മൾ ഏതെങ്കിലും 3 എണ്ണമാണ് അറ്റൻഡ് ചെയ്യേണ്ടി വരിക. അപ്പൊ ഒന്നിന് 20 മാർക്ക് വീതമാണ് ഉണ്ടാവുക. ടോട്ടൽ മാർക്ക് ഈ ഒരു സെക്ഷൻ സിയിൽ നിന്ന് ടോട്ടൽ മാർക്ക് വരുന്നത് 60 മാർക്സ് ആണ്. വേർഡ് ലിമിറ്റ് വരിക 600 വേർഡ്സ് ആണ്. സോ ബ്ലോക്ക് വൈസ് ആൻഡ് യൂണിറ്റ് വൈസ് വെയിറ്റേജ് എന്ന് പറയുന്നത് ബ്ലോക്ക് 1 ടൈഗർ ഫോം മാൽഗുഡിയും അതേപോലെ തന്നെ ബ്ലോക്ക് 2 ദ ബൈൻഡിങ് വൈനും ഈ 2 നോവലിൽ നിന്നും ഒരു 30 to 40%, 2 ബ്ലോക്കിൽ നിന്നും 30 to 40% ആയിരിക്കും ടോട്ടൽ മാർക്കിന്റെ 30 to 40% ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവുക സെക്ഷൻ ബിയിലും സെക്ഷൻ സിയിലും ആയിട്ട്. അപ്പോ ഹൈ വെയിറ്റേജ് ഉള്ള ബ്ലോക്കുകളാണ് ബ്ലോക്ക് 1ഉം ബ്ലോക്ക് 2ഉം. സോ പ്ലാൻ അക്കോർഡിംഗ് ടു ദാറ്റ്. ദെൻ ബ്ലോക്ക് 3യിലേക്ക് വരുമ്പോഴത്തേക്കും സെക്ഷൻ എയിലാണ് പോയട്രി സെക്ഷൻ ആണ്. സെക്ഷൻ എയിലാണ് പ്രോബ്ലി ചോദ്യങ്ങൾ കണ്ടുവരാറ്. അപ്പം ടോട്ടൽ മാർക്കിന്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് 20 to 30% ആയിരിക്കും ടോട്ടൽ വെയിറ്റേജ് എന്ന് പറയുന്നത്. ദെൻ ബ്ലോക്ക് 3യിൽ ഷോർട്ട് സ്റ്റോറിയും ഈ പറഞ്ഞ പോലെ സെക്ഷൻ ബിയിലും സെക്ഷൻ സിയിലും ആണ് കൂടുതലും കണ്ടുവരാറ്. അറൌണ്ട് 20 to 30% ഓഫ് മാർക്കാണ് ഇതിന് വെയിറ്റേജ് വരുന്നത്. സോ ഹോൾ ടോട്ടൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ സമയം ചെലവഴിക്കേണ്ടതും പ്രിപ്പയർ ചെയ്യേണ്ടതും ഫസ്റ്റ് 2 ബ്ലോക്കുകളിൽ നിന്നാണ്. അതായത് ടൈഗർ ഫോം മാൽഗുഡിയും അതേപോലെ തന്നെ ദ ബൈൻഡിങ് വൈനും. കൂടുതൽ വെയിറ്റേജ് ഉള്ള 2 ബ്ലോക്കുകൾ അതാണ്. പോയട്രി ആൻഡ് ഷോർട്ട് സ്റ്റോറി വെയിറ്റേജ് കുറവാണെന്നുണ്ടെങ്കിലും മാർക്കുകൾ സ്കോർ ചെയ്യണം, നല്ല മാർക്ക് നല്ല പെർസെന്റേജ് സ്കോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു സ്റ്റഡി എവറിഥിങ്, റൈറ്റ്? Okay, so yeah, next is repeated questions and topics identification. Repeated ആയിട്ട് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ വന്നിട്ടുള്ള റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തിട്ടാണ് നമ്മളിവിടെ പ്രസന്റ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഇസ് പോയട്രി അനാലിസിസ് ഇൻ സെക്ഷൻ എ. സെക്ഷൻ എയിൽ പ്രോബ്ലി പോയട്രി അനാലിസിസ് ആണ് നമ്മൾ പറഞ്ഞല്ലോ. എന്താണ് നമ്മുടെ ബ്ലോക്ക് 3 പോയട്രി എന്നുള്ള ബ്ലോക്കിൽ നിന്ന് ആയിരിക്കും പോയട്രി അനാലിസിസ് വരിക. ലൈൻസ് തരും, എന്നിട്ട് നിങ്ങൾക്ക് കമന്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇന്റർപ്രിറ്റ് ചെയ്യാനോ ആയിരിക്കും ക്വസ്റ്റ്യൻ വരുന്നുണ്ടാവാം. ഓരോ ക്വസ്റ്റ്യനും 10 മാർക്ക് വീതമായിരിക്കും മാർക്സിന്റെ വരുന്നുണ്ടാവാം. ആൻഡ് ടൈഗർ ഫോം മാൽഗുഡിയിൽ നിന്നും പ്രോബ്ലി ചോദിച്ചു വരുന്നത് ക്യാരക്ടർ സ്കെച്ച് ആണ് അധികം ചോദിക്കാറ്. റീത്ത എന്നുള്ള ക്യാരക്ടറിന്റെയും ഹെഡ് മാസ്റ്റർ എന്നുള്ള ക്യാരക്ടറിന്റെയും ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാറുണ്ട്. പിന്നെ ഒരു നോവലിന്റെ ഒരു ഡീറ്റെയിൽഡ് സമ്മറി അനാലിസിസ് ചോദിക്കാറുണ്ട്. ദെൻ ബൈൻഡിങ് വൈനിൽ നിന്നും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു വരുന്നത് ഉർമിയുടെ ക്യാരക്ടർ സ്കെച്ചും അതേപോലെ തന്നെ കൽപ്പന ആൻഡ് കിഷോർ ഈ 2 ക്യാരക്ടറിന്റെയും ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാറുണ്ട്. ദെൻ തിമാറ്റിക് എക്സ്പ്ലോറേഷനും സ്ട്രക്ചറും ചോദിച്ചു കാണുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. ദെൻ ഷോർട്ട് സ്റ്റോറികളിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് സ്വിമ്മിംഗ് ലെസൺ, ദ ലോസ്റ്റ് ചൈൽഡ് ആൻഡ് ദി അതർ വുമൻ. ഈ 3 ഷോർട്ട് സ്റ്റോറീസിൽ നിന്നും കൂടുതലും ക്വസ്റ്റ്യൻസ്
ചോദിച്ച് കാണാറുണ്ട്. ലൈക്ക് ക്യാരക്ടർ അനാലിസിസ് ആയിട്ട് അല്ലെങ്കിൽ അലഗോറിക്കൽ എലമെന്റ്സിനെ ഡിസ്കസ് ചെയ്യാൻ, അലഗോറിക്കൽ ഇന്റർപ്രിട്ടേഷൻസ് ഡിസ്കസ് ചെയ്യാനൊക്കെ കൂടുതലും ചോദ്യങ്ങൾ കണ്ടുവന്നിട്ടുണ്ട്. ദെൻ ജനറൽ ലിറ്റററി അനാലിസിസിൽ നമുക്ക് അധികം ചോദിക്കാറ് എപ്പോഴും ഷോർട്ട് സ്റ്റോറിയുടെ ഡെവലപ്മെന്റിനെ കുറിച്ചാണ് ചോദിക്കാറ്. ആസ് എ ജേണർ ഷോർട്ട് സ്റ്റോറി എങ്ങനെ ഡെവലപ്പ് ആയി എന്നുള്ള ഒരു എവല്യൂഷനെ കുറിച്ച് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ പോസ്റ്റ് ഇൻഡിപെൻഡന്റ് വിമൻ നോവലിസ്റ്റിന്റെ റോള്, അവരുടെ തീംസ്, അവരുടെ കോൺട്രിബ്യൂഷനെ കുറിച്ചും ചോദിക്കാറുണ്ട് എസ് ആയിട്ട്. ദെൻ അപ്പോൾ നിങ്ങൾക്ക് അക്കോർഡിംഗ് ടു ഓൾ ദീസ് വെയിറ്റേജസ് നിങ്ങൾക്ക് സ്റ്റഡീസ് പ്ലാൻ ചെയ്യാം. ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അറ്റൻഷൻ കൊടുക്കേണ്ടത് ടൈഗർ ഫോർ മാൽഗുഡി എന്നുള്ള ബ്ലോക്കിനും അതേപോലെ തന്നെ ബ്ലോക്ക് 2 ദ ബൈൻഡിങ് വൈനും ആണ്. അതിൽ നിന്നാണ് നമുക്ക് കൂടുതൽ മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. അതിന്റെ സ്ട്രക്ചർ, റൈറ്റിംഗ് സ്റ്റൈല്, പിന്നെന്താ ക്യാരക്ടേഴ്സ്, തീംസ്, കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കി വെക്കുക. അതേപോലെ പോയട്രി അനാലിസിസ് സ്കിൽസ്, പോയട്രിയുടെ ലൈൻസും കാര്യങ്ങളും ഒക്കെ നോട്ട് ചെയ്യുക. ആൻഡ് ഷോർട്ട് സ്റ്റോറീസിൽ എന്താണ് നമ്മൾ പറഞ്ഞ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് സ്വിമ്മിംഗ് ലെസൺസ്, ദ ലോസ്റ്റ് ചൈൽഡ്, ദി അതർ വുമൻ. ഈ 3 ഷോർട്ട് സ്റ്റോറീസും ആണ് മെയിൻ ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടുവരുന്നത്. പ്രോബബ്ലി ഫ്രീക്വന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കാണുന്നത് ഈ 3 ഷോർട്ട് സ്റ്റോറീസിൽ നിന്നുമാണ്. സോ ലുക്ക് ഇൻ ടു ദാറ്റ്. ആൻഡ് ഹോൾ ടോട്ടൽ നമ്മൾ ജനറൽ ടോപ്പിക് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന്റെ ഒരു ഡെവലപ്മെന്റ് അല്ലെങ്കിൽ അതിന്റെ ഒരു ബേസിക് നോളജ് നമുക്ക് ഉണ്ടായിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. Then yes, and next is predictions and probability for upcoming exams. As per നമ്മുടെ reference to the previous questions ആണ് ഈ ഒരു പ്രോബബിലിറ്റീസും പ്രഡിക്ഷൻസും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ പോയട്രി അനാലിസിസിൽ ഹൈ പ്രോബബിലിറ്റി ആണ്, അതായത് ഉറപ്പായിട്ടും മോസ്റ്റ് പ്രോബബ്ലി എന്തായാലും പോയട്രി അനാലിസിസിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ലൈൻസ് തന്നിട്ട് ഇന്റർപ്രറ്റ് ചെയ്യാനും കമന്റ് ചെയ്യാനൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതേപോലെ തന്നെ ടൈഗർ ഫോർ മാൽഗുഡിയിൽ നിന്നും എന്തായാലും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ലൈക്ക് തിമാറ്റിക് എക്സ്പ്ലോറേഷൻ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ അനാലിസിസ് ഓർ എൽസ് ക്യാരക്ടർ സ്കെച്ച്, ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഉറപ്പായിട്ടും. ആൻഡ് ബൈൻഡിങ് വൈനിൽ നിന്നും നമുക്ക് ടൈഗർ ഫോർ മാൽഗുഡിയിൽ പറഞ്ഞതുപോലെ തന്നെ ക്രിട്ടിക്കൽ അനാലിസിസ്, ക്യാരക്ടർ സ്കെച്ച്, തീംസ്, അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നും ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതേപോലെ ഷോർട്ട് സ്റ്റോറീസിൽ നിന്നും വി ക്യാൻ എക്സ്പെക്ട് ക്വസ്റ്റ്യൻസ്, സ്വിമ്മിംഗ് ലെസൺസ്, അതേപോലെ ലോസ്റ്റ് ചൈൽഡ് ആൻഡ് ദി അതർ വുമൻ. ഇത് 3-ൽ നിന്നും ക്യാരക്ടർ അനാലിസിസിനാണ് കൂടുതൽ പ്രയോറിറ്റി. അതേപോലെ തന്നെ തിമാറ്റിക് ഇന്റർപ്രിട്ടേഷൻസ്. ആൻഡ് ജനറൽ ലിറ്റററി ടോപ്പിക്കിൽ നിന്നും നമുക്ക് പ്രോബ്ലി വരാറുള്ളത് പോസ്റ്റ് ഇൻഡിപെൻഡന്റ് വിമൻ നോവലിസ്റ്റുകളുടെ എസ് ആണ്. ലൈക്ക് എന്താണ് അവരുടെ കോൺട്രിബ്യൂഷൻസിനെ കുറിച്ചാണ് പ്രോബ്ലി ചോദിക്കാറുള്ളത്. ആൻഡ് അതർ ടോപ്പിക് എന്ന് പറയുന്നത് ഷോർട്ട് സ്റ്റോറിയുടെ ഡെവലപ്മെന്റിനെ കുറിച്ചുമാണ്. ആൻഡ് യെസ്, അപ്പോ ഹോൾ ടോട്ടൽ നമ്മുടെ ഇത്രയും ഡിസ്കസ് ചെയ്തതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണ്, ഫോക്കസ് ഏരിയ, നമ്മുടെ പ്രൈമറി ഫോക്കസ് എന്ന് പറയുന്നത് ബ്ലോക്ക് 1 and 2 ആണ്. അതിലാണ് നമുക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് അല്ലെ. ടൈഗർ ഫോർ മാൽഗുഡിയും അതേപോലെ തന്നെ ദ ബൈൻഡിങ് വൈനും. ആൻഡ് പോയട്രി പ്രിപ്പറേഷനിൽ എന്താണ് പോയട്രി അനാലിസിസ് കൺസിസ്റ്റന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ പോയട്രി ഏരിയയും നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഷോർട്ട് സ്റ്റോറീസിൽ നിന്നും ലോസ്റ്റ് ചൈൽഡ്, സ്വിമ്മിംഗ് ലെസൺസ് ആൻഡ് ദി അതർ വുമൻ, ഇത് 3 നല്ലോണം ഫോക്കസ് ചെയ്യണം. ബിക്കോസ് കോൺസ്റ്റന്റ്ലി ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണുന്ന ഒരു ഏരിയ ആണ് ഈ 3 ഷോർട്ട് സ്റ്റോറീസും. അതേപോലെ തന്നെ ലിറ്റററി ട്രാൻസ്ലേഷൻ ജനറൽ ടോപ്പിക്കിൽ ചോദിക്കുന്നത് എപ്പോഴും എന്താണ് ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന്റെ അല്ലെങ്കിൽ ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റിംഗിന്റെ ഡെവലപ്മെന്റിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പോസ്റ്റ് ഇൻഡിപെൻഡന്റ് വിമൻ നോവലിസ്റ്റിനെ കുറിച്ച്, ഷോർട്ട് സ്റ്റോറി എന്നുള്ള ജോണറിന്റെ എവല്യൂഷനെ കുറിച്ചൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാറുണ്ട്. ഓക്കെ, സോ ബേസ്ഡ് ഓൺ ഓൾ ദീസ് റെഫറൻസസ് ആൻഡ് എവറിത്തിങ്, ലേൺ വൈസ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്ന പ്രൈമറി ഫോക്കസ് കൊടുക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ്, കുറച്ച് ഏരിയാസ് ഒക്കെയാണ്. സോ ലെറ്റ്സ് ഡിസ്കസ് ഓൺ ദാറ്റ്. ഫസ്റ്റ് വരുന്നത് സെക്ഷൻ എയില്
explain any four of the following passages with reference to the context, giving brief critical comments. നമ്മള് പോയട്രി അനാലിസിസ് പറഞ്ഞല്ലോ. സോ സെയിം ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അതായത് പാസേജ് ഫ്രം എ പോയം ബൈ സരോജിനി നായിഡു. സരോജിനി നായിഡുയുടെ പോയത്തിൽ നിന്നും നമുക്ക് 4 ലൈൻസ് തന്നു, എന്നിട്ട് ഇന്റർപ്രറ്റ് ചെയ്യാൻ ആണ് പറയുന്നത്, അല്ലെങ്കിൽ കോമെന്റ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ. ആൻഡ് പാസേജ് ഫ്രം എ പോയം ബൈ നസീം എസിക്കൽ നൈറ്റ് ഓഫ് ദി സ്കോർപ്പിയോണിൽ നിന്നും ഏതെങ്കിലും ഒരു 4 വരി തന്നിട്ട് അതിൽ നിന്നും അല്ലെങ്കിൽ അതിന്റെ കോണ്ടെക്സ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ തുടക്കം മുതൽ ഓഥറിനെ പറ്റിയിട്ടൊക്കെ എഴുതിയിട്ട് വേണം ടു ദ പോയിന്റ് വരാനായിട്ട്. ആൻഡ് നെക്സ്റ്റ് ഇസ് പാസേജ് ഫ്രം എ പോയം ബൈ A.K. രാമാനുജൻ. ആൻഡ് നെക്സ്റ്റ് വരുന്നത് പാസേജ് ഫ്രം എ പോയം ബൈ കമലാദാസ്. പിന്നെ വരുന്നത് ഏതാണ്? കണ്ടംപററി പാസേജ് ഫ്രം എ കണ്ടംപററി ഇന്ത്യൻ ഇംഗ്ലീഷ് പോയറ്റ്. പിന്നെ പാസേജ് ഫ്രം എ ക്ലാസിക് ഇന്ത്യൻ ഇംഗ്ലീഷ് പോയം. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എത്ര ക്വസ്റ്റ്യൻസ് ആണ് എഴുതേണ്ടത്? 4 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എഴുതേണ്ടത് അല്ലെ. ഓരോന്നിനും 10 മാർക്ക് വീതം ആയിരിക്കും ഉണ്ടാവുക. പ്രോബബ്ലി നിങ്ങൾക്ക് എന്തായാലും പോയട്രി ലൈൻസ് തന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ തന്നെ ആയിരിക്കും വരുന്നുണ്ടാവുക. സോ ഫോക്കസ് ഓൺ ദാറ്റ്. പിന്നെ സെക്ഷൻ ഡിയിലേക്ക് വരുമ്പോഴത്തേക്കും വരുന്ന ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ പറഞ്ഞു ഏതെങ്കിലും 2 എണ്ണം മാത്രമാണ് അറ്റൻഡ് ചെയ്യേണ്ടത്. അപ്പോ ഫസ്റ്റ് വൺ വരുന്നത് ദ എവല്യൂഷൻ ഓഫ് ദി ഇന്ത്യൻ ഇംഗ്ലീഷ് നോവൽ വിത്ത് എ ഫോക്കസ് ഓൺ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് എറ. അതൊരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്മുടെ ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റിംഗ് എന്നുള്ള ഭാഗത്ത് വരുന്ന ഏരിയ ആണ്. ഇന്ത്യൻ ഇംഗ്ലീഷ് നോവലിന്റെ ഒരു എവല്യൂഷനെ കുറിച്ചിട്ട്, ഇന്ത്യൻ ഇംഗ്ലീഷ് നോവൽ റൈറ്റിംഗ് ജോണറിന്റെ ഒരു എവല്യൂഷനെ കുറിച്ചിട്ടും അതേപോലെ തന്നെ പോസ്റ്റ് ഇൻഡിപെൻഡന്റ് എറ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ പോസ്റ്റ് ഇൻഡിപെൻഡന്റ് എറയിൽ വന്നിട്ടുള്ള വർക്ക്സ്, റൈറ്റേഴ്സ് അവരെയൊക്കെ മെൻഷൻ ചെയ്തിട്ട് വേണം ആൻസർ എഴുതാനായിട്ട്. സോ ക്യാരക്ടർ ഡെവലപ്മെന്റ്. നെക്സ്റ്റ് ഇസ് ക്യാരക്ടർ ഡെവലപ്മെന്റ് ഓഫ് ദി പ്രൊട്ടാഗണിസ്റ്റ് ഇൻ എ ടൈഗർ ഫോർ മാൽഗുഡി. അപ്പൊ ടൈഗർ ഫോർ മാൽഗുഡി എന്നുള്ള വർക്കിനകത്ത് വരുന്ന ക്യാരക്ടേഴ്സ്, അതേപോലെ തന്നെ ആ ക്യാരക്ടേഴ്സ് തമ്മിലുള്ള റിലേഷൻ, ഈ ക്യാരക്ടേഴ്സ് ഒക്കെ എങ്ങനെയാണ് ഈ സ്റ്റോറിയിൽ ഇൻവോൾവ് ചെയ്യുന്നത്, അതുവഴി എങ്ങനെയാണ് സ്റ്റോറി പ്രോഗ്രസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളായിരിക്കും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ടി വരാം. നെക്സ്റ്റ് ഇസ് തിമാറ്റിക് സിഗ്നിഫിക്കൻസ് ഓഫ് മദർഹുഡ് ഇൻ ദ ബൈൻഡിങ് വൈൻ. ബൈൻഡിങ് വൈൻ എന്നുള്ള നോവലില് ഒരു മദർഹുഡിന്റെ ഒരു തിമാറ്റിക് സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ മദർഹുഡിന്റെ പ്രസന്റേഷൻ, മദർഹുഡ് എന്നുള്ള തീമിനെ കുറിച്ചിട്ട് എഴുതാനാണ് പറയുന്നത്. നമുക്കറിയാം അതിനകത്തുള്ള ഉർമി എന്നുള്ള ക്യാരക്ടർ, അതുപോലെ തന്നെ കൽപ്പന എന്നുള്ള ക്യാരക്ടർ, മിറ എന്ന് പറയുന്ന ക്യാരക്ടർ, അതുപോലെ ഉർമിയുടെ അമ്മയായിട്ട് വരുന്ന ക്യാരക്ടർ, അങ്ങനെ കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട് അല്ലെ, മദർഹുഡ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ക്യാരക്ടർ. അപ്പൊ എല്ലാ മദർഹുഡ് എക്സ്പീരിയൻസ്ഡ് ക്യാരക്ടേഴ്സിനെയും നമ്മൾ ഇതിനകത്ത് മെൻഷൻ ചെയ്യണം. എല്ലാ ക്യാരക്ടേഴ്സിന്റെയും ലൈഫിനെ കുറിച്ച്, ആ സ്റ്റോറിയിൽ പറയുന്ന ലൈഫിനെ കുറിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ട്. And next is analysis of the immigrant experience in swimming lessons. Swimming lessons നമുക്കറിയാം ഇമിഗ്രന്റ് പ്രശ്നങ്ങളെയാണ്, ഇമിഗ്രൻസിന്റെ ലൈഫിലെ പ്രശ്നങ്ങളെയാണ്, അല്ലെങ്കിൽ അവരുടെ ബുദ്ധിമുട്ടുകളെയും അവരുടെ സിറ്റുവേഷൻസിനെയും അവരുടെ എന്താണ് ലോൺലിനെസ്സിനെയും ഒക്കെയാണ് അതിനകത്ത് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. സോ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്യേണ്ടി വരും. ദെൻ സെക്ഷൻ സിയില് പ്രോബ്ലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് SC ക്വസ്റ്റ്യൻസ് ആണ്. ഓരോന്നിനും 20 മാർക്സ് ആയിരിക്കും ഉണ്ടാവുക. നമ്മൾ ഏതെങ്കിലും 3 എണ്ണമാണ് നമ്മൾ എഴുതേണ്ടി വരിക. അപ്പോ ഫസ്റ്റ് വരുന്നത് ക്രിട്ടിക്കലി അനലൈസ് ദ ക്യാരക്ടർ ഓഫ് രാജ ഇൻ എ ടൈഗർ ഫോർ മാൽഗുഡി ആൻഡ് ഹൗ ഇറ്റ് റെപ്രസെന്റ്സ് എ തീം ഓഫ് ട്രാൻസ്ഫോർമേഷൻ. രാജ എന്നുള്ള ടൈഗർ, രാജ എന്ന് പറയുന്നത് പ്രൊട്ടാഗണിസ്റ്റ് ക്യാരക്ടർ ആണ്, ടൈഗർ ആണ് അല്ലെ. അപ്പൊ ആ ഒരു ക്യാരക്ടറിന്റെ ക്യാരക്ടർ അനാലിസിസ്, അതുപോലെ തന്നെ ആ ഒരു ക്യാരക്ടർ എങ്ങനെയാണ് ആ സ്റ്റോറി പ്രോഗ്രസ് ചെയ്യിപ്പിക്കുന്നത്. സ്റ്റോറി ഹോൾ ടോട്ടൽ ആ ഒരു രാജ എന്നുള്ള ക്യാരക്ടറിനെ സെന്റർ ചെയ്തിട്ടുള്ള സ്റ്റോറിയാണ്. അപ്പോ എങ്ങനെയാണ് സ്റ്റോറിയുടെ പ്രോഗ്രസ് വരുന്നത് ത്രൂ ദിസ് ക്യാരക്ടർ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ. പിന്നെ വരുന്നത് ഡിസ്കസ് എ പോർട്രയൽ ഓഫ് വിമൻസ് ഇഷ്യൂസ് ആൻഡ് ഫെമിനിസം ഇൻ ദ ബൈൻഡിങ് വൈൻ. ബൈൻഡിങ് വൈൻ ഒരു ഫെമിനിസ്റ്റിക് മോഡ് ഓഫ് റീഡിംഗ് ആയിട്ട് കണ്ടിട്ട് വേണം നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ. എല്ലാ ഫെമിനിസ്റ്റിക് എലമെന്റും നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണം. അതേപോലെ തന്നെ അതിൽ ഡിസ്കസ് ചെയ്യുന്ന ഓരോ സ്ത്രീകളുടെയും ഓരോ വിമൻ ക്യാരക്ടറുടെയും ലൈഫിലെ പ്രശ്നങ്ങളും അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അവരത് ഓവർകം ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം. The next question, examine the role of setting in shaping the narrative
in the Lost Child. Lost Childലെ എന്താണ് ആ ഒരു നറേറ്റീവ് സ്ട്രക്ചറിനെ, ദ വേ ഓഫ് പ്രസന്റേഷൻ, ആ സ്റ്റോറി പ്രസന്റ് ചെയ്തിട്ടുള്ള നറേറ്റീവ് സ്ട്രക്ചറിനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അനലൈസ് ദ യൂസ് ഓഫ് സിംബലിസം ആൻഡ് ഇമേജറി ഇൻ ദ പോയട്രി ഓഫ് സരോജിനി നായിഡു. സരോജിനി നായിഡുവിന്റെ പോയട്രിയിലെ സിംബലിസം ആൻഡ് ഇമേജറി, അപ്പൊ അതിന്റെ എക്സാമ്പിൾസ് നമ്മൾ കൊടുത്തിട്ട് വേണം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. Next is discuss the significance of cultural identity and displacement in swimming lessons. Swimming lessons le cultural identity and displacement, അതായത് ഇമിഗ്രൻസിന്റെ ആ ഒരു ഐഡന്റിറ്റി ക്രൈസിസ്, വേറൊരു നാട്ടിൽ പോയി ജീവിക്കുന്ന സമയത്തുള്ള ഒരു ഐഡന്റിറ്റി ക്രൈസിസ് ത്രൂ കൾച്ചറൽ ആയാലും ഇൻഡിവിജ്വാലിറ്റി ആയാലും ഒക്കെ എന്താണ് ഒരു ക്രൈസിസിൽ എത്തിപ്പെടുകയാണ് ചെയ്യുന്നത്. സോ അതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അനാലിസിസ് എഴുതാം. Analysis അല്ല, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ. നെക്സ്റ്റ് ഇസ് ഇവാലുവേറ്റ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഇൻ ദ ഗ്ലോബൽ ലിറ്റററി ലാൻഡ്സ്കേപ്പ്. ഇപ്പോൾ ഗ്ലോബൽ ലിറ്റററി വേൾഡിൽ അല്ലെങ്കിൽ ലിറ്റററി ഫേസിൽ നമ്മുടെ ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്നുള്ള ജേണറിന്റെ കോൺട്രിബ്യൂഷൻ, ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ കാറ്റഗറിയുടെ കോൺട്രിബ്യൂഷൻസ്, നമുക്ക് ഇന്ത്യൻ ഇംഗ്ലീഷ് നോവൽ ഉണ്ട്, പോയട്രി ഉണ്ട്, ഷോർട്ട് സ്റ്റോറീസ് ഉണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ കോൺട്രിബ്യൂഷനെ കുറിച്ച്, ഓതേഴ്സിനെ കുറിച്ചും വർക്ക്സിനെ കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഇവാലുവേഷൻ എഴുതാം. സോ യാ, ദാറ്റ്സ് ഓൾ അബൌട്ട് ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് BEGC 103. അപ്പോൾ വെയിറ്റേജ്, മാർക്ക് വെയിറ്റേജിനനുസരിച്ച് ഓരോ ബ്ലോക്കിനെയും തരം തിരിച്ച് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് എല്ലാവരും നല്ല രീതിയിൽ എക്സാംസ് അറ്റൻഡ് ചെയ്യുക. ഇറ്റ്സ് എ വെരി വെരി സിമ്പിൾ പേപ്പർ. നമുക്ക് സ്റ്റോറീസും ക്യാരക്ടേഴ്സും ഒക്കെ നല്ല രീതിയിൽ പഠിച്ചു പോയി കഴിഞ്ഞാൽ നല്ലോണം അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പറാണ്. സോ എല്ലാവർക്കും നല്ലോണം എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ പറ്റട്ടെ, നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ് ടു യു. ഓക്കെ, താങ്ക് യു. സോ വെൽക്കം ബാക്ക് അഗൈൻ. അപ്പോ മിഷാൽ മാഡം വളരെ കൃത്യതയോടുകൂടി വളരെ വിശദമായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനെ ആയിരിക്കും ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തതിനു ശേഷം എങ്ങനെ ആയിരിക്കും പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻസ് വരിക, അത് ഏതൊക്കെ ചോദ്യങ്ങളായിരിക്കും വരിക തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞു. അതിന്റെ പ്രോബിലിറ്റി കാര്യങ്ങളും സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതിൽ നമ്മുടെ സജസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിനെ വളരെ സീരിയസ് ആയിട്ട് നിങ്ങൾ എടുക്കുക. അപ്പൊ മാക്സിമം ആ ചോദ്യങ്ങളൊക്കെ തന്നെ വരാനുള്ള സാധ്യതയാണ് നമ്മൾ കൂടുതലും കാണുന്നത്. വലിയ രീതിയിൽ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ ഒരുപാട് അത് ഹെൽപ്പ് ചെയ്യുന്നതിനെ നമ്മൾ വിചാരിക്കുന്നു. അതുപോലെ തന്നെ എക്സാമിന് ശേഷം നമ്മുടെ പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തുകൊണ്ട് നമ്മൾ പ്രഡിക്ട് ചെയ്തതിൽ നിന്ന് ഏതൊക്കെ ചോദ്യങ്ങൾ വന്നു, ഏതൊക്കെ വന്നില്ല, ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ മാറ്റം വന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പൊ നമുക്കിനി ലേൺ വൈസിലേക്ക് തിരിച്ചു വരാം. വീട്ടിലിരുന്നുകൊണ്ട് നിങ്ങളുടെ മുടങ്ങിപ്പോയ ഡിഗ്രി PG വിദ്യാഭ്യാസം ഗംഭീരമായിട്ട് പൂർത്തീകരിക്കാനുള്ള എല്ലാവിധ കോച്ചിങ് സപ്പോർട്ടും നൽകുന്ന കേരളത്തിലെ ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണ് ലേൺ വൈസ് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും പഠിച്ചിറങ്ങിയ പ്രഗത്ഭരായുള്ള മെമ്പേഴ്സ് ആണ് ലേൺ വൈസിന്റെ കോർ ടീമായിട്ട് പ്രവർത്തിക്കുന്നത്. നിലവിൽ 11 കോഴ്സുകൾക്കുള്ള കോച്ചിങ് നൽകുന്നുണ്ട്. അതിൽ BA സൈക്കോളജി, MA സൈക്കോളജി, BCom, MCom, BA സോഷ്യോളജി, MA സോഷ്യോളജി, BA ഇംഗ്ലീഷ്, MA ഇംഗ്ലീഷ്, BA ഹിസ്റ്ററി, BBA, MBA എന്നിങ്ങനെയാണ് കോഴ്സുകൾ പോകുന്നത്. അപ്പൊ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു കോഴ്സിൽ ഇഗ്നോ അഡ്മിഷൻ എടുത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് കോച്ചിങ് സപ്പോർട്ടിനും മറ്റ് സപ്പോർട്ടുകൾക്കൊക്കെ ആയിട്ട് ലേൺ വൈസുമായിട്ട് ബന്ധപ്പെടാം. നമ്മളുമായിട്ട് ബന്ധപ്പെടാനുള്ള നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. 7592939616. കോൾ വഴിയോ വാട്സപ്പ് വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അതുപോലെ നിങ്ങളുടെ റിലേറ്റീവ്സ് ആരെങ്കിലും ഇത്തരത്തിൽ ഇഗ്നോ അഡ്മിഷൻ എടുത്തവരായിട്ടോ എടുക്കാൻ ആഗ്രഹിക്കുന്നവരായിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഡീറ്റെയിൽസും കോൺടാക്ട് ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാം. അതിന്റെ ഭാഗമായിട്ട് ഞാൻ പറയുകയാണ്, നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഒരുപാട് ക്ലാസ്സുകളും അതുപോലെ തന്നെ ഒരുപാട് സ്റ്റഡി മെറ്റീരിയൽസും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാൻ സാധിക്കും. അതിൽ നിന്ന് നമ്മുടെ ഒരു കണ്ടന്റ് ക്വാളിറ്റി നിങ്ങൾക്ക് കൃത്യമായിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടെന്ന് പറഞ്ഞു. പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ്. ഡൗൺലോഡ് ചെയ്യുക, യൂസ് ചെയ്യുക. സോ ദാറ്റ്സ് ഇറ്റ്. എന്തായാലും നമ്മൾ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. പുതിയൊരു വീഡിയോയിൽ മറ്റൊരു സബ്ജക്റ്റിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസുമായിട്ട് ഒട്ടും വൈകാതെ ഞാൻ വീണ്ടും വരും. അതുവരേക്കും നമുക്ക് തൽക്കാലത്തേക്ക് ഇവിടെ പറയാം. ഗുഡ് ബൈ.